എൻ്റെ പേര് ഷെരീഫ് ഇബ്രാഹിം. തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ചവൻ. 1969 അതായത് 54 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 18ാമത്തെ വയസ്സിൽ ദുർഘടം പിടിച്ച മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പത്തേമാരിയിൽ അന്നത്തെ ഗൾഫായ പേർഷ്യയിലേക്ക് പോയത് എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ കേരളത്തിൻ്റെ ഒരു ചിത്രം ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവരും പട്ടിണിയും പരിവട്ടവുമായിരുന്ന കാലത്തായിരുന്നു ഇത്തരത്തിൽ പേർഷ്യ എന്ന് പറയുന്ന ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് ആ രാജ്യത്തേക്ക് അന്നത്തെ ചെറുപ്പക്കാർ ഉപജീവനം തേടിയിട്ടും മറ്റെല്ലാ മാർഗത്തിലൂടെയും പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. സത്യത്തിൽ ഞങ്ങൾക്കൊന്നും അതിനെ പറ്റിയിട്ടുള്ള ഒരു മുൻവിധികളോ മുൻധാരണകളോ മുൻ അറിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് കൊടുത്തിരുന്ന പേര് തന്നെ അക്കരയ്ക്ക് പോവുക എന്നായിരുന്നു. അതിന് അന്നത്തെ ലാഞ്ചി, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിൻ്റെ പേര് മനസ്സിലാക്കുക പത്തേമാരി എന്നാണ്. ആ ലാഞ്ചിക്ക് തന്നെ പറഞ്ഞിരുന്നത് കള്ളലാഞ്ചി എന്നാണ്. അത് ഇല്ലീഗലായിരുന്നു. അങ്ങനെ പോകുന്നത് ഈ രാജ്യവും ആ രാജ്യവും അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി പോകാനുള്ള തീരുമാനമെടുത്തു. അത് ഞങ്ങളല്ല തീരുമാനമെടുക്കുന്നത്, ഞങ്ങളുടെ മാതാപിതാക്കളാണ് എന്നെ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ പത്തേമാരിയിൽ പോകുന്നു, അതിന് വേണ്ടിയിട്ട് തീവണ്ടിയിൽ പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ ചെയ്തു തരുന്നു. അന്ന് തീവണ്ടി സ്റ്റാർട്ട് ചെയ്തത് മട്ടാഞ്ചേരി എന്ന് പറയുന്ന എറണാകുളം മട്ടാഞ്ചേരിയിൽ നിന്നായിരുന്നു ഈ തീവണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് ചെന്ന് അവസാനിക്കുന്നത് ബോംബെയിലെ ദാദറിൽ. അതിന് ഞങ്ങൾ കയറിയിരുന്നത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്റ്റേഷൻ. അത് ആക്ച്വലി കല്ലേറ്റിങ്കരയിലാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എവിടെ ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നത് ആ ഒരു യാത്രയുടെ ഒരു പ്രത്യേക സമയത്തെ പറ്റിയാണ്. അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് കാലത്ത് വളരെ പുലർച്ചെ പുറപ്പെട്ടാലാണ് എറണാകുളം ടൗണിലേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റ് ബസ് മാറി കയറിയിട്ടൊക്കെ എൻ്റെ ഉപ്പൊക്കെ അല്ലെങ്കിൽ അന്നത്തെ രക്ഷിതാക്കൾ എത്തുക. അങ്ങനെ ഉപ്പ കാലത്ത് അവിടെ നിന്ന് ചെന്നിട്ട് മട്ടാഞ്ചേരിയിൽ അന്നത്തെ തീവണ്ടിയിൽ, അതായത് കൽക്കരി തീവണ്ടിയിൽ കയറി ഇരിക്കുന്നു. എന്നിട്ട് കല്ലേറ്റിങ്കര വരുമ്പോൾ ആ തീവണ്ടിയിൽ നിന്നും ഉപ്പ ഇറങ്ങിയിട്ട് ആ സീറ്റിൽ ഞങ്ങൾ കയറിയിരിക്കുന്നു. കാരണം അന്ന് എൻ്റെ അറിവിൽ അന്ന് റിസർവേഷൻ സിസ്റ്റം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിസർവേഷന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കാനുള്ളതില്ലാത്തതുകൊണ്ടായിരിക്കാം, എന്തോ അതറിയില്ല. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ പത്തേമാരിയിൽ പോകാനുള്ള 450 രൂപയുടെ ഡ്രാഫ്റ്റും കയ്യിലുള്ള ഒരു 10-50 രൂപയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തീവണ്ടിയിൽ പോകുന്നത്. തീവണ്ടിയുടെ യാത്ര തന്നെ ഇവിടെ നിന്ന് പോകുന്നത് കല്ലേറ്റിങ്കര പോയി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ തീവണ്ടി ആർക്കോണം എന്ന് പറയുന്ന മദ്രാസിന് മുൻപുള്ള സ്റ്റേഷനിൽ നിന്നിട്ട് അവിടെ നിന്നാണ് തിരിച്ച് വീണ്ടും ബോംബെയിൽ ദാദറിലേക്ക് പോകുന്നത്. അത് 40ഓളം മണിക്കൂറോളം ടോട്ടൽ എടുക്കുമായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിൻ്റെ ഉള്ളിൽ മുൾഭാഗം പടുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു പ്ലൈവുഡ് പോലെ ഒരു പലകയിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ആ സമയത്ത് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാം. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ ചോദിക്കും, എന്നാണിത് പത്തേമാരി പോകുന്നത്? ഒരാൾക്കും കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ല. എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ തന്നെ വേറെ പത്തേമാരി പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് പല പത്തേമാരികളും പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോകേണ്ട പത്തേമാരി എന്നാണ് അറിയാതെ ഏകദേശം 21 ദിവസത്തോളം കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം ഒരു ദിവസം പെട്ടെന്ന് പറയാണ്, ഇന്ന് യാത്രയുണ്ടാവും, എല്ലാവരും റെഡിയാവാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്തുള്ള മലയാളം സിനിമകളിലോ മറ്റുള്ള സിനിമകളിലൊക്കെ ഉണ്ടാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഒരു വില്ലൻ ആൾക്കാരൊക്കെ താമസിക്കുന്ന പണ്ടത്തെ ജോസ് പ്രകാശിൻ്റെ ഒക്കെ ആ സിനിമകളിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് ചെറുപ്പക്കാർ, മാക്സിമം ഒരു 50-55 വയസ്സ് വരെ പ്രായമുള്ളവരും അതിലുണ്ട്. 12 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും. അങ്ങനെ എല്ലാവരും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ
ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ നമ്പർ തരും. എനിക്ക് കിട്ടിയ നമ്പർ ഇന്നും എനിക്ക് ബൈ ഹാർട്ടാണ്, 8383. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും പറയാണ് 10 പേരെ വീതം ഓരോ ചെറിയ സ്റ്റേഷനിലേക്കും പറഞ്ഞയക്കാണ് അന്നത്തെ ചെറിയ കാറിൽ. അതെന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റോ പോലീസോ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം. അങ്ങനെ എനിക്ക് കിട്ടിയ സ്റ്റേഷൻ്റെ പേരും എനിക്ക് ഓർമ്മയുണ്ട്, മഹാലക്ഷ്മി. അവിടെ നിന്ന് ഞങ്ങൾ തീവണ്ടിയിൽ കയറുന്നു. ആ തീവണ്ടി ചെന്നിട്ട് കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് വിറാർ എന്ന് പറയുന്ന വളരെ ദൂരം ചെന്ന്, അതൊരു മീൻപിടുത്ത ഗ്രാമം. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നടക്കണം കുറേ. അപ്പം നടക്കുമ്പോൾ എൻ്റെ കാലിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു വീവാർ ചെരുപ്പ് പോലെയുള്ള നമ്മൾ സാധാരണ ഒരു ചെരുപ്പാണ്. അത് പൊട്ടി കാലൊക്കെ ആകെ വേദന എടുക്കുന്നുണ്ട്. കുറേ നടന്നപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം തോന്നി, അപ്പോൾ രാത്രി ഒരു 11 മണി ഒക്കെ കഴിച്ചിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. അപ്പോൾ നടക്കുമ്പോൾ ഏകദേശം മനസ്സിലായി ഇതൊരു പട്ടണമൊക്കെ വിട്ട് എത്രയോ ദൂരമാണ്. തന്നെയല്ല, കുറേ അങ്ങ് നടന്നപ്പോൾ കടലിൻ്റെ ആരവം കേട്ടു. അപ്പോൾ മനസ്സിലായി ഇത് കടൽ ഭാഗത്താണ് ഞങ്ങളുള്ളതെന്ന്. ഞങ്ങൾക്ക് അല്ലെങ്കിലും അറിയാമല്ലോ ഇത് തീവണ്ടിയിൽ മറ്റേ ഇതിലാണ് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം ബോട്ട് ഫിറ്റ് ചെയ്ത ഒരു ചെറിയൊരു വഞ്ചി പോലെയുള്ളത് ഞങ്ങൾ കണ്ടു. അതിലെല്ലാത്തിലും കയറ്റി. അതിൽ ഓരോന്നിലും 10-13 പേരൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ ദൂരം, ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഇതിങ്ങനെ കടലിനുള്ളിലേക്ക് അങ്ങ് പോയി. അപ്പോഴും ഞങ്ങൾക്ക് അറിയുന്നില്ല ഇതിൽ തന്നെയാണോ ഈ ദുബായിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ദുബായ് എവിടെയാണ്, എത്ര ദൂരമുണ്ട്, എത്ര ദിവസം, ഇതൊന്നും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേ ഇല്ല. ഒറ്റ ചിന്ത മാത്രമുള്ളൂ, യാത്ര. അങ്ങനെ കുറേ ദൂരം ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ലോഞ്ച്, അതായത് പത്തേമാരി, വലിയൊരു പത്തേമാരി ഞങ്ങൾ കണ്ടു. അതിൻ്റെ അടുത്തത് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം മുകളിൽ നിന്ന് ഒരു കയറ് താഴേക്ക് ഇട്ടു. ആ കയറിൽ പിടിച്ചിട്ടാണ് മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ താഴെ നിന്ന് നമ്മളെ മുകളിലേക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മുകളിൽ പിടിച്ച് കയറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോഴും ഞങ്ങൾക്ക് ചിന്തിക്കുന്നില്ല 5 ദിവസം വേണ്ടി വരുമോ, ഒന്നും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല. കാരണം അതിന് മുൻപ് ഇത്തരത്തിൽ യാത്ര ചെയ്തവരുടെ ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എവിടെയാണ് ഗൾഫ് എന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞു. എല്ലാവരും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഒരു 100-200ഓളം പേര് അതിനുള്ളിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല പ്രായക്കാരും. അവരെല്ലാവരും കെടുക്കുന്നത് പോലും നീർന്നിങ്ങനെ കെടുക്കാനുള്ള സ്ഥലങ്ങളില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെടുക്കുക. അങ്ങനെ ഇതൊരു രാത്രി ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ടായിരിക്കണം. ആ സമയത്താണ് ഇത് സ്റ്റാർട്ടാവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി, ഇതിലാണ് ഞങ്ങളിനി ദുബായിലോട്ട് എത്തുക എന്ന്. വല്ലപ്പോഴാണ് ഭക്ഷണം കിട്ടുക. ആ ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ച് അരിയും ഒരു ലേശം പരിപ്പും കുറച്ച് സബോളയും മാത്രമാക്കിയിട്ടുള്ള ഒരു സംവിധാനം. അത് 10 പേർക്ക് വേണ്ടി ഇവർ നമ്പർ വിളിക്കും. ആ നമ്പറുകാർ വന്നിട്ട് ഒരു പാത്രത്തിൽ 10 പേര് വട്ടമിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അതുകൂടാതെ വെള്ളം കുടിക്കുന്നതിനായിട്ട് ഒരു വലിയൊരു ടാങ്കിയുണ്ട്. അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം ആരും കുടിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ഡീസലിൻ്റെ സ്മെല്ലുണ്ട്. കാരണം അത് തിരിച്ചു വരുമ്പോൾ, ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഡീസൽ നിറച്ച് വരികയാണ്. അങ്ങനെ അധികം വെള്ളം കുടിക്കാൻ ഇവർ സമ്മതിക്കുകയില്ല. കാരണം വെള്ളം കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ലല്ലോ. അങ്ങനെ ഇത് പോയി ഞങ്ങൾ കുറേ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇതിൻ്റെ ഈ പത്തേമാരിയുടെ മുകൾ ഭാഗത്ത് ഉള്ളിൽ വലിയൊരു കമ്പി ക്രോസ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അത്രയും നല്ല ഉറപ്പുള്ളതാണ്. എന്നിട്ട് പോലും ഇത് കിടന്ന് പൊട്ടുന്ന പോലെ ശരിക്കും കിടന്ന് ആടിയിട്ട് പുറത്തുനിന്നുള്ള വെള്ളം മുഴുവൻ അകത്തേക്ക് വന്നു തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ കാണുന്ന അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമുട്ടൽ സംഭവിക്കുകയാണ്. അതായത് ശരിക്കും ഞങ്ങൾ മരണത്തെ മുന്നിൽ കണ്ട നിമിഷം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954422. ഇതിലുള്ള ആൾക്കാർ അന്ന് ദൈവത്തെ വിശ്വസിക്കാത്തവരോ അല്ലെങ്കിൽ ദൈവത്തെ പേടിക്കാത്തവർ പോലും ദൈവത്തെ വിളിച്ചു തുടങ്ങി. ഞങ്ങളെല്ലാവരും
മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ദിക്റ് ചെല്ലുന്നു, അല്ലാത്തവർ രാമനാമം ജപിക്കുന്നു, അല്ലാത്തവർ യേശുവിനെ വിളിക്കുന്നു. ആകെ ഒരു എന്താ പറയുക, മരണത്തെ ശരിക്കും മുന്നിൽ കണ്ട സമയം. ഇത് എവിടെയാണ്, ഏത് സ്ഥലത്താണെന്നുള്ള ഒരു അറിവും ആർക്കുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ അപ്പം ഇതിന് മുകളിലുള്ള ഇതിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു പേടിക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും പേടിച്ച് കരയുകയാണ്. കുറേ ദൂരം കഴിഞ്ഞ് ഒരു ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇത് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 4 യുഗങ്ങളെ പോലെ തോന്നി. അത് കഴിഞ്ഞ് ഒരു രക്ഷയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞങ്ങൾ പറയാണ്, ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരോടൊക്കെ, നമ്മളെ മീൻ തിന്നു പോകും, നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ അനിയന്മാരോ ഒന്നും അറിയുന്നുണ്ടാവില്ലല്ലോ, അവർക്കറിയോ ഇപ്പം ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥിതിയിലാണ് കിടക്കുന്നുള്ളത്. അങ്ങനെ വിഷമിച്ച് ഒരുവിധം നേരത്തെ പറഞ്ഞ പോലെ 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. പക്ഷെ ഇന്നും ആലോചിക്കുമ്പോൾ ആ രംഗം മനസ്സിൽ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഈ പാകിസ്ഥാൻ കടലിടുക്കായിരുന്നു. എന്നെ ആ ഭാഗത്താണ് സംഭവം, ഗുജറാത്തിൻ്റെ ഭാഗത്താണ് സംഭവിച്ചതെന്നുള്ളത് പിന്നീട് മനസ്സിലായി. ആ വാർത്ത നേരാണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ വീണ്ടും പോയി. പിന്നെ ഞങ്ങൾക്ക് സമാധാനമായി. അങ്ങനെ ആർക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പോലെയുള്ള യാതൊരു സംവിധാനങ്ങളും വന്നില്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല, അതേപോലെ എന്തെങ്കിലും സെക്യൂരിറ്റിക്കോ സേഫ്റ്റിക്കോ ഉള്ള ഒന്നും ഈ ബോട്ടുകളില്ല. ആകെ ഉള്ളതൊരു കോമ്പസ് ഉണ്ട്. പിന്നെ ഇവരാകെ ആശ്രയിക്കുന്നത് അവർ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് ഇന്ന മാതിരി അങ്ങ് പോയാൽ ഇന്നോടത്ത് എത്തും എന്നുള്ളൊരു വിശ്വാസം മാത്രം. അങ്ങനെ പോയിട്ട് ഇവർ തരുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒന്നും കറക്റ്റല്ല. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എല്ലാവരും റെഡി ആവുക, ഇന്ന് 10 മാരി അടുക്കും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തെ വിഷമങ്ങളും പട്ടിണിയും അതേപോലെ ആകെ മരണങ്ങളൊക്കെ മുന്നിൽ 4-5 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഞങ്ങളിത് ഇറങ്ങാൻ പോകുന്നു, കര കാണാൻ പോകുന്നുള്ള സന്തോഷമായിരുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വിശപ്പാണെങ്കിൽ ഭയങ്കര വിശപ്പും ദാഹവും. മനസ്സിലുണ്ടായിരുന്നത് ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ ഈത്തപ്പഴം കഴിക്കാലോ, കാരണം ഈത്തപ്പഴത്തിനോടുള്ള ആ കൊതി തീർക്കാലോ വിശപ്പ് തീർക്കാലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും താഴേക്ക് തന്നെ പോവുക, മുകളിലേക്ക് വരണ്ട, ഇറാൻ നേവി അവിടെ കറങ്ങുന്നുണ്ട് എന്ന്. ഇങ്ങനെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അതിൻ്റെ വിവരം മനസ്സിലായി അതും ഒരു നുണയായിരുന്നു എന്നുള്ളത്. അവർ അന്നൊക്കെ പറഞ്ഞത് ഒരു ലേശം തെറ്റിപ്പോയി, അതുകൊണ്ട് വേറെ ഭാഗത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ സംഭവം അതല്ലായിരുന്നു. ആക്ച്വലി ഏത് 10 മാരിയും ഹൊർഫുക്കാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് അടുക്കുന്നത് രാത്രി 12-ൻ്റെയും 2-ൻ്റെയും ഇടയിലേ അടുക്കൂ. അപ്പോൾ ഒരു പകല് 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ ഏത് സമയത്താണ് അവിടെ അടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവർ അടുക്കാതെ വെറുതെ കറങ്ങിപ്പോവും. അതാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയതാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ. അത് മാത്രമല്ല, അവരടുക്കുന്ന രീതിയും കൂടി മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, അടുക്കാനായിട്ട് അങ്ങോട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പം എനിക്ക് 72 വയസ്സുള്ളതിനേക്കാളും ക്ഷീണമുള്ളൊരു കാലമാണ് അന്നത്തെ 18 വയസ്സുകാരൻ. അത് 10 മാരിയിൽ പോകുമ്പോൾ മാത്രമല്ല, അതിന് മുൻപും ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതായത് ബോഡി ഭയങ്കര ക്ഷീണമുള്ള കാലമായിരുന്നു. ഞാൻ ഇതിനുള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാരെല്ലാം ഇതിനുള്ളിൽ കിടക്കുകയാണല്ലോ. അതിൽ കുറേ ആൾക്കാർ ചീട്ട് കളിക്കുന്നവരുണ്ട്, കുറേ ആൾക്കാർ കുശലം പറയുന്നവരുണ്ട്. അങ്ങനെ ഞാൻ ഉറങ്ങി ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് കിടന്നിരുന്നവരും മറ്റുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു. 4-5 പേരെ ബാക്കി അതിലുള്ളൂ. ഈ 150 പേരിൽ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഞാൻ ദൈവത്തിനോട് ഒരു നന്ദി പറയുന്നു. നിങ്ങളായിട്ട് ഇപ്പം ഇരുന്ന് സംസാരിക്കാൻ തന്നെ പറ്റിയത്. ആ കെടുപ്പായിരുന്നു ഞാൻ കെടുന്നിരുന്നതെങ്കിൽ അവരെ ജീവനോടെ എടുത്ത് കടലിലേക്ക് ഇടും. കാരണം അവര് ഡംപിങ് ആണ് അവിടെ. ഇന്നത്തെ ടെമ്പോയിലോ അല്ലെങ്കിൽ മറ്റെന്തിലോ മണ്ണ് കൊണ്ടുവന്ന് അടിച്ചിറക്കുന്നത് പോലെ ഇറക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അവരുടേത്. എങ്കിലേ അവർക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ കമ്മീഷൻ കിട്ടത്തുള്ളൂ. 10 മാരിയിൽ പോയിട്ട് കുറേ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നതിൽ കൂടുതൽ ആൾക്കാരും അവർ വലിച്ചെറിയുന്നതാണ്. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങണം. ഈ 10 മാരിയിൽ കയറാനായിട്ട് എങ്ങനെയാണോ കയറിട്ട് കയറ്റിയത് അതേപോലെയാണ് കീഴ്പോട്ടേക്കും വേറൊരു കയറിട്ടിട്ട് അന്നാട്ടിലെ
ചെറിയ വള്ളങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലേക്കാണ് ആളുകളെ ഇറക്കുക. അപ്പം ഇറക്കുമ്പോൾ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ നീന്തുന്ന പോലെ, അത്ര അങ്ങോട്ട് ഭയങ്കരമായ ആഴമൊന്നുമില്ല, പക്ഷേ വെള്ളത്തിലാണ് കൊണ്ട് ആദ്യം ഇറക്കുക, എന്നിട്ടാണ് ഈ വഞ്ചിയിൽ കയറ്റേണ്ടത്. അല്ലാണ്ട് വഞ്ചിയിലേക്ക് നേരിട്ട് ഇറക്കുന്നില്ല. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കാല് വന്നിട്ട് മറ്റേ ആ ബോട്ടിൻ്റെ ആ ചെറിയൊരു വഞ്ചിയുടെ വള്ളത്തുമ്പോൾ കൊണ്ടുവന്നിട്ട് അടിച്ചു. നല്ല വേദന എടുത്തു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും കരയിലേക്ക് എത്താമെന്നുള്ളതാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഓടിച്ചപ്പോൾ കരയിലേക്ക് എത്തി. കരയിലേക്ക് എത്തിയപ്പോഴും അവിടെയും അവരെടുത്ത് താഴേക്ക് ചാടാനാണ് പറയുക. ഇവർ ചാടാൻ പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, അധികം വൈകിക്കഴിഞ്ഞാൽ അന്നത്തെ പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവരെയും പിടിക്കും ഞങ്ങളെയും പിടിക്കും. അങ്ങനെ ഒരുപാട് പേരെ പിടിച്ചിട്ട് അവിടെ തന്നെ ചെറിയൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാം. അന്നത്തെ കാലത്ത് വളരെയധികം ആൾക്കാർ ഒന്നിച്ച് കാണുകയാണെങ്കിൽ മാത്രം അവർ തിരിച്ചിങ്ങോട്ട് ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്ന പരിപാടി. അങ്ങനെയാണ് അന്നത്തെ കാലത്ത്. അപ്പം ഞാൻ അന്ന് പോകുന്നേക്കാൾ മുമ്പായിട്ട് കിതാബ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ അറബി കുറച്ചുണ്ടല്ലോ, അറബി ഭാഷയല്ല കേട്ടോ, അറബി ഭാഷയിലുള്ള കിതാബ്. അപ്പം എൻ്റെ മനസ്സിലൊരു അഹംഭാവം, എനിക്ക് അറബിയൊക്കെ നന്നായിട്ട് അറിയാം, കാരണം ഇതൊക്കെ അറിയാലോ എന്നുള്ള ഒരു അഹംഭാവം. ഈ പോയ ആൾക്കാരിൽ കുറേ ആൾക്കാർ എൻ്റെ കൂടെ തന്നെ കൂടി നടക്കുന്നുണ്ട്, കാരണം ഞാൻ അറബി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് നടക്കും. അപ്പം രാത്രി ഒരു ഏകദേശം 1 മണിയോ 2 മണിയോ ഒക്കെ ആയിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. അപ്പം അത് ഏതാണ് ഈ സ്ഥലം, ദുബായ് എന്നുള്ള പേര് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. ആ ചിന്തയിലാണ് പോകുന്നതും. ഇതേതാണ് സ്ഥലം എന്നുള്ളതിൻ്റെ ഇന്നത്തെ പോലെ ഒരു നമ്പറിൻ്റെ ബോർഡുകളോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഒന്നുമില്ല. ഇലക്ട്രിസിറ്റി ഉള്ളത് തന്നെ വളരെ കുറവ് ഭാഗങ്ങളിൽ. അപ്പം ഞങ്ങൾ കുറച്ച് റോഡ് നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ നല്ല ടാട്ട റോഡൊന്നുമില്ല, ചെറിയ ചെറിയ കല്ലുകളോടുള്ള ഇങ്ങനെ കാലൊക്കെ, അതിൻ്റെ ചെരുപ്പിയെ പൊട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നടക്കുമ്പോൾ കാലുപേര് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നടക്കും. ഞങ്ങൾ 4 പേര് നടക്കുമ്പോൾ കാണാം, ഞങ്ങളെക്കാൾ മുമ്പ് ഇറങ്ങിപ്പോയ ആൾക്കാർ നേരെ മുമ്പിൽ വന്ന് അവിടെ നിൽക്കുന്നു. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിലും ഈ നമ്മുടെ എന്താ പറയുക നിലാവെളിച്ചത്തിൽ ആൾക്കാരെ കാണാം. അപ്പോൾ അവർ നിൽക്കുന്നത് അവർക്കറിയുന്നില്ല മുന്നോട്ട് പോകണോ, എവിടേക്കാണ് പോകേണ്ടത്, എവിടെയാണ് ദുബായ്, ഒന്നും അറിയുന്നില്ല. അവർ കുറേ നടക്കുമ്പോൾ ഞങ്ങൾ അവരെ മുമ്പിൽ കൂടെ നടക്കും, ഞങ്ങൾക്കും എല്ലാം അറിയാമെന്ന ഭാവത്തിൽ. പക്ഷെ ഞങ്ങളും ഒന്നും അറിയുന്നില്ലല്ലോ. കുറേ കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു വന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എനിക്ക് അറബി സംസാരിക്കാൻ അറിയാം. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വിശപ്പ് സഹിക്ക് വയ്യാതിരിക്കുക. ഇതിൽ നിന്നും അപ്പം ഞങ്ങളും ചെറുപ്പക്കാരൻ തന്നെയാണ്. അതിൽ പെട്ട മറ്റൊരു ചെറുപ്പക്കാരനെ, ഞങ്ങളെ ഏത് നാട്ടുകാരാണെന്നൊന്നും അറിയില്ല, അവനോട് ഞാൻ പറഞ്ഞു, കുറച്ചകലെ ഈ കാട്ട് അറബികൾ എന്ന് പറയുന്ന ആളുകളുടെ ചില പാട്ട് കേൾക്കുന്നു, ചെണ്ടയും ഇതൊക്കെ ആയിട്ട്. അവിടെ പോയിട്ട് കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്നാൽ നമുക്ക് കഴിക്കാം, വിശപ്പ് മാറ്റാമെന്ന് പറഞ്ഞു. ഇവൻ അതേ അങ്ങോട്ട് പോയിട്ട് ആ വേഗതയിൽ തന്നെ തിരിച്ചു വന്നു, പേടിച്ചിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇവൻ വന്നിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ കാണുന്നത് വലിയൊരു ആടിനെ നിർത്തിപ്പൊരിക്കുന്നു, മറ്റുള്ളവരെല്ലാവരും വാളും തോക്കും ഒക്കെ ആയിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് പേടിച്ചിട്ടാണ് തിരിച്ചു വന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ 2 പേര് അവൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം അവരെ വേഷം ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണ്ട് ഉമ്മമാർ നിസ്കരിക്കാനായിട്ടുള്ള ആ നീളൻ ഒരു കുപ്പായം, അല്ലാണ്ട് അതിന് മുമ്പ് അറബികളുടെ ഡ്രസ്സുകൾ സിനിമയിലോ പടത്തിലോ അല്ലെങ്കിൽ മറ്റേ പുരുത്തിലും കണ്ടതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അവരുടെ കോസ്റ്റ്യൂം ഞങ്ങൾക്കറിയില്ല. വന്ന വഴിക്ക് ഞാൻ വിചാരിച്ചത് നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്നൊരു തള്ളയാണെന്നാണ് ഞാൻ മനസ്സിലാദ്യം കരുതിയത്. അപ്പം ഞങ്ങൾ ഇവരോട്, എനിക്ക് അറബി അറിയാലോ എന്നുള്ള നിലയിൽ ഞാൻ അറബിയിൽ ഇവരോട് സംസാരിച്ചു. പക്ഷേ ആ വന്നവരൊരു ചെറുപ്പം പയ്യനായിരുന്നു, അറബി വേഷമാണവൻ. അവൻ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു, കാരണം എൻ്റെ അറബി ആ നാട്ടിലേക്കേ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവൻ ഇംഗ്ലീഷിലാണ് പിന്നെ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2 പേരും സംസാരിച്ചു. അപ്പോഴും ഞങ്ങൾക്ക് ഒറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, ദുബായ്. അത് എല്ലാ ഭാഷയിലും ദുബായ് തന്നെയാണല്ലോ. അങ്ങനെ ലാൻഡ് റോവർ വണ്ടിയിൽ ഫ്രണ്ടിലിരിക്കാൻ ഇന്ത്യൻ്റെ 12 രൂപ, ബാക്കിലിരിക്കാൻ 8 രൂപ.
അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖം ഉണ്ടാവും, പൊടികളൊന്നും ഉണ്ടാവില്ല, മഞ്ഞ് ഉണ്ടാവില്ല. ബാക്കിലാണെങ്കിൽ ഭയങ്കര തണുത്ത കാറ്റായിരിക്കും, പൊടി ഉണ്ടായിരിക്കും. പക്ഷെ ഞാനൊക്കെ കയറിയത് ബാക്കിലാണ്, കാരണം അതിനുള്ള പൈസയേ ഉള്ളൂ ഞങ്ങളിൽ. അങ്ങനെ ഇവൻ ഞങ്ങളെ കൊണ്ടുപോവാണ്. അപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് ദുബായ്. അങ്ങനെ കുറേ കൊണ്ടുപോയപ്പോൾ കുറച്ച് അകലെയായിട്ട് ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കണ്ടു. അപ്പം ഞാൻ ഈ വണ്ടിയിലിരിക്കുന്ന ഒരു 5-8 പേരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. കാരണം സൈഡിൽ കടലിൻ്റെ തിരമാലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും തോന്നി, ഓ ഷെറീഫിന് എല്ലാം അറിയാലോ, ഈ ജീപ്പ് എന്ന് പറയുന്ന ലാൻഡ് റോവർ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തി. അതെൻ്റെ രണ്ടാമത്തെ അഹംഭാവത്തിൻ്റെ മോനോടിച്ചതായിരുന്നു.